അമേരിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നവരെയും രേഖകളില്ലാതെ കഴിയുന്നവരെയും കാത്തിരിക്കുന്നത് അതിദാരുണവും ഭയാനകവുമായ പ്രതിസന്ധികളാണോ? അമേരിക്കൻ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിന്റെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ കാണാത്ത വിധം വിവാദപരമായ ഒരു നീക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് തങ്ങളുടെ ഉദ്യോഗസ്ഥർക്കായി തൊടുമ്പോൾ അതിശക്തമായ ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിക്കുന്ന പ്രത്യേകതരം കയ്യുറകൾ വാങ്ങാൻ പദ്ധതിയിടുന്നു. ഏകദേശം 20 ദശലക്ഷം അമേരിക്കൻ ഡോളർ അഥവാ 165 കോടിയിലധികം ഇന്ത്യൻ രൂപ ചെലവിട്ടാണ് ഈ ആധുനിക ഉപകരണം സജ്ജമാക്കുന്നത്. എന്താണ് GLOVE എന്നറിയപ്പെടുന്ന ഈ ഇലക്ട്രിക് ഗ്ലൗസ്? ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യാവകാശ സംഘടനകൾ ഇതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യം തന്നെ എന്താണ് GLOVE സാങ്കേതിക വിദ്യ എന്ന് നോക്കാം. ബാഹ്യരൂപത്തിൽ സാധാരണ സുരക്ഷാ ഉദ്യോഗസ്ഥർ ധരിക്കുന്ന പെട്രോളിംഗ് ഗ്ലൗസുകൾ പോലെ തന്നെയാണ് ഇവ കാണപ്പെടുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർ ഇതിലെ സ്വിച്ച് ഓൺ ചെയ്യുന്നതോടെ ഇതൊരു മാരക ആയുധമായി മാറുന്നു. ഇതിന്റെ ശാസ്ത്രീയ നാമം GLOVE, അതായത് ജനറേറ്റഡ് ലോ ഔട്ട്പുട്ട് വോൾട്ടേജ് എമിറ്റർ എന്നാണ്. കെൻഡക്കിലെ ലെക്സിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കംപ്ലൈന്റ് ടെക്നോളജീസ് LLC എന്ന കമ്പനിയാണ് ഈ ഉൽപ്പന്നത്തിന്റെ നിർമ്മാതാക്കൾ. ഉദ്യോഗസ്ഥർ ഈ ഗ്ലൗസ് ധരിച്ച് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നേരിട്ട് തൊടുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ അതിശക്തമായ ഇലക്ട്രിക് ഷോക്ക് ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. വിദഗ്ധർ പറയുന്നത് തേനീച്ച കുത്തുമ്പോൾ ഉണ്ടാകുന്ന തരം പെട്ടെന്നുള്ളതും അതികഠിനവുമായ വേദനയാണ് ഈ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാക്കുന്നത് എന്നാണ്. വ്യക്തികളെ നിമിഷങ്ങൾക്കകം കീഴടക്കാനും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ അനുസരിപ്പിക്കാനും ഈ വേദന വഴി സാധിക്കുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പുറപ്പെടുവിച്ച പ്രൊക്യൂർമെന്റ് നോട്ടീസിനെ ആസ്പദമാക്കി പ്രമുഖ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് ആണ് ഈ വിവരം ആദ്യമായി പുറത്തുവിട്ടത്. തുടക്കത്തിൽ ടെൻഡറുകൾ ഇല്ലാതെ നേരിട്ട് ആയിരക്കണക്കിന് ഇലക്ട്രിക് ഗ്ലൗസുകൾ വാങ്ങാനാണ് ICE ഉദ്ദേശിക്കുന്നത്. മുൻപ് ചില പ്രാദേശിക പോലീസിനും ഡിപ്പാർട്ട്മെന്റുകളിലും ജയിലുകളിലും മാത്രമായി പരിമിതപ്പെട്ടിരുന്ന ഈ ഉപകരണം ഇപ്പോൾ ഒരു കേന്ദ്ര ഏജൻസി വൻതോതിൽ വാങ്ങാൻ ഒരുങ്ങുന്നത് കമ്പനിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കരാറായി മാറിയേക്കാം. വാഹനങ്ങളിൽ നിന്നോ തടങ്കൽ കേന്ദ്രങ്ങളിൽ നിന്നോ പുറത്തു കടക്കാൻ കൂട്ടാക്കാത്തവരെയും ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിച്ച് നേരിടാൻ പ്രയാസമുള്ള സാഹചര്യങ്ങളിലുമാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതോടെ വലിയ തരത്തിലുള്ള മനുഷ്യാവകാശ ചോദ്യങ്ങളാണ് ഉയരുന്നത്. പ്രമുഖ സിവിൽ റൈറ്റ്സ് സംഘടനകളായ അമേരിക്കൻ സിവിൽ ലിബർട്ടി യൂണിയൻ ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. ACLU പോലീസ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ജെൻ റോൾസ് നിക് ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സിവിൽ ഇമിഗ്രേഷൻ കേസുകളിൽ എന്തിനാണ് ഇത്തരം പീഡന സമാനമായ ഇലക്ട്രിക് ഷോക്ക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്? മുന്നറിയിപ്പുകളൊന്നും ഇല്ലാതെ ആളുകൾക്ക് പെട്ടെന്ന് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ കുടിയേറ്റക്കാർക്കെതിരെ മുൻപും അതിക്രമങ്ങൾ കാണിച്ചിട്ടുള്ള ICE ഉദ്യോഗസ്ഥരുടെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഈ ആയുധം ക്രൂരമായി ദുരുപയോഗം ചെയ്യപ്പെടാൻ വലിയ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഗ്ലൗസ് നിർമ്മിച്ച കംപ്ലൈന്റ് ടെക്നോളജീസ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. വാക്കാലുള്ള എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നവർക്കെതിരെ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഗർഭിണികൾ, കുട്ടികൾ, വയോധികർ, ഭിന്നശേഷിക്കാർ എന്നിവർക്കെതിരെ ഇത് ഉപയോഗിക്കരുത്. ഇതൊരു ശിക്ഷാ നടപടിയായി ഉപയോഗിക്കാൻ പാടില്ല. ഓരോ ഉദ്യോഗസ്ഥനും പ്രത്യേക പരിശീലനം പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇമിഗ്രേഷൻ റെയ്ഡുകളും കുടിയേറ്റക്കാരുടെ അറസ്റ്റുകളും നടക്കുമ്പോൾ ഇത്തരം മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ പൊതുസമൂഹത്തിന് കടുത്ത സംശയമുണ്ട്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ശക്തമായ ഇമിഗ്രേഷൻ നയങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ICEയുടെ ഈ പുതിയ നീക്കം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്താനും റെയ്ഡുകൾ ശക്തമാക്കാനും തീരുമാനിച്ച പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ കടുപ്പമേറിയ ആയുധങ്ങൾ നൽകുന്നത് വലിയ ആശങ്കകൾക്ക് വഴിവെക്കുന്നു. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയും കമ്പനി അധികൃതരും തുടക്കത്തിൽ തയ്യാറായിരുന്നില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആളുകളെ വേഗത്തിൽ കൺട്രോൾ ചെയ്യാൻ ഇതൊരു എളുപ്പ വഴിയാണെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. സിവിൽ നിയമലംഘനങ്ങൾ നടത്തുന്ന കുടിയേറ്റക്കാർക്കുമേൽ ഇത്തരം ദാരുണമായ വേദന നൽകുന്ന ഇലക്ട്രിക് ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് മാനുഷിക മൂല്യങ്ങൾക്ക് നിരക്കുന്നതാണോ എന്ന ചോദ്യമാണ് മനുഷ്യാവകാശ സംഘടനകളും ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.